ഓഹോ, ഈ കോലത്തിലാണ് എൻ്റെ വണ്ടി ഇവിടെ കിടന്നത്. പിന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വണ്ടി എടുക്കാൻ വന്നപ്പം സംഭവിച്ചത് ഇതിൻ്റെ ക്ലച്ച് വർക്കാകുന്നില്ല. ക്ലച്ചിൻ്റെ ഓയിൽ കംപ്ലീറ്റ് ഡ്രൈ ആയി. അതുപോലെ തന്നെ ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. കുറേ കാലത്തിന് ശേഷം അങ്ങനെ നമ്മളെ യാത്ര തുടരുക കേട്ടോ. നമ്മൾ റഷ്യയിൽ നിന്ന് അങ്ങനെ എന്താ പറയുക ലിത്വാനിയ വഴി വന്ന് ലാത്വിയയിൽ വണ്ടി വെച്ചിട്ട് പോയതായിരുന്നു. വണ്ടി വെക്കുമ്പോൾ ഇവിടെ നല്ല വെയിലായിരുന്നു. ഇപ്പം നോക്കി നിങ്ങൾ, നല്ല മഴയാണ്, നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ഞാനാണ് നേരെ ദുബൈയിൽ നിന്നാണ് വന്നത്. ഇപ്പം കേട്ടോ ക്യാമറ ഒക്കെ ബ്ലാക്ക് അടിക്കുന്നുണ്ടാവും, വെളിച്ചമുണ്ടാവില്ല, കാരണം ക്ലൈമറ്റ് മൊത്തം ഡാർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ദുബൈയിൽ നിന്നാണ് വന്നത്. വരുമ്പോൾ ട്രൗസറൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര മഴയും ഭയങ്കര തണുപ്പും. അപ്പോൾ അങ്ങനെ നമ്മുടെ അവിടെ ലൈൻസിലെ സിറാജ് ഭവൻ ഇടുന്നൊരു പാൻറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങ് പർച്ചേസ് ചെയ്യണം കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ പോകണം, നമ്മൾ വണ്ടി കാണാനാണ്. വണ്ടി കഴിഞ്ഞ 1-2 മാസമായിട്ട് പുറത്തായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള മഴയൊക്കെ ഇത് കൊണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ വണ്ടിനെ പറ്റി പറയാണെങ്കിൽ കാണിച്ചു കേട്ടോ. ആൾക്കാരൊക്കെ പൊതുവെ വളരെ കുറവാട്ടോ. എല്ലാവരും വിൻ്റർ ക്ലോത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം കണ്ടോ മുഴുവനും. ഊഹൂ, നല്ല മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി. അതുപോലെ കേട്ടോ കാണുമ്പോൾ. ശരിക്കും 1 മാസം കൊണ്ട് ആൾക്കാർക്ക് മൊത്തം മാറി കേട്ടോ. കാലാവസ്ഥ മാറിയപ്പം പോയതുപോലെയല്ല ഇപ്പോൾ ഉള്ളത്. ഇത് കണ്ടോ, അവിടെ ഒരു ഗേറ്റ്, അത് കടന്നിട്ട് വന്ന വേറെ ഗേറ്റ്. 2 ഗേറ്റിനുള്ളിലാണ് വണ്ടി പാർക്ക് ചെയ്തോ. ഇപ്പോൾ റിമോട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഓപ്പൺ ആക്കാം. കൂൽജാ സിം തുറക്കുമോനെ. ശരി, കുഴപ്പമെന്ന് വെച്ചാൽ ഇത്ര കാലം പാർക്കിങ്ങിൽ വെച്ചിട്ട് ഓപ്പൺ പാർക്കിങ്ങിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ വണ്ടി വെച്ചേട്ടോ. ആദ്യമായിട്ട് എൻ്റെ വണ്ടി ഓപ്പൺ പാർക്കിങ്ങിൽ വെച്ചത്. അപ്പോൾ അതിനുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങൾ, മഴവെള്ളം കാര്യങ്ങൾ അത് ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, നനഞ്ഞ് പണ്ടരടങ്ങിയിട്ടുണ്ട്. ഓഹോ, ഈ കോലത്തിലാണ് എൻ്റെ വണ്ടി ഇവിടെ കിടന്നത്. പിന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വണ്ടി എടുക്കാൻ വന്നപ്പം സംഭവിച്ചത് ഇതിൻ്റെ ക്ലച്ച് വർക്കാകുന്നില്ല. ക്ലച്ചിൻ്റെ ഓയിൽ കംപ്ലീറ്റ് ഡ്രൈ ആയി. അതുപോലെ തന്നെ അവിടെ ഫ്യൂൽ ലീക്കേജ് ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നന്ദലാൽ എന്ന് പറഞ്ഞ പയ്യനുണ്ട്. മോനെ താങ്ക്സ് കേട്ടോ, അവനിവിടെ മെക്കാനിക്കാണ്. ആ പയ്യൻ പാവം രാത്രി 10:30 മണിക്ക് മഴയും തണുപ്പുള്ള സമയത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞു. അവൻ എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അയച്ചു, കംപ്ലീറ്റ് സെറ്റ് ചെയ്തു. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹെൽപ്പായി അത്. സാധാരണ ഇവിടെ സർവീസ് എന്ന് പറയുമ്പോൾ 1 ആഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ ബുക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിൽ വണ്ടി കംപ്ലൈൻ്റ് ആയ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പണിയെടുപ്പിച്ച് 500-600 പറയുമ്പോൾ 100 രൂപ ബാർഗെയിൻ ചെയ്തല്ലോ. അങ്ങനെയല്ല നമ്മൾ ചെയ്യല്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു 10,000 രൂപേൻ്റെ സ്കൂട്ടറാണെങ്കിൽ നന്നാക്കാൻ 15,000 വേണം. അതാണ് അവസ്ഥ. അതും 1 ആഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ അപ്പോയിൻമെൻറ്റ് എടുക്കണം. ഇവരൊരു വണ്ടിയുമ്പോൾ പണിയണമെങ്കിൽ മെല്ലെ പണിയുള്ളൂ, അത്ര തിരക്കി പണിയില്ല. അപ്പോൾ അതിൻ്റെതായ ടൈമിങ് അവരെടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ആ ചെക്കൻ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തായി ടെക്കുന്നിട്ട് പണി തീർന്നിട്ട്. ആ ചെക്കൻ ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ തെണ്ടി കുത്തുമായിരുന്നു കേട്ടോ. പിന്നെ ലിയാസ് എന്ന് നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അവന് ഇവരെയൊക്കെ ലാത്വിയിലായിരുന്നു. അവനാണ് ആക്ച്വലി ഇവിടെ കുറേ കോൺടാക്റ്റ് അവനെ തന്നത്. അപ്പോൾ ഈ പയ്യൻ്റെ നമ്പറും അവൻ തന്നെ തന്നു കേട്ടോ. നല്ല ഇതാണ്. പിന്നെ എൻ്റെ അടുത്ത് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്യണം ഇപ്പം, കാരണം വേറെ ഓപ്ഷൻ ഇല്ല എൻ്റെ അടുത്ത്. റീസൺ എന്താ വെച്ചാൽ ഹെൽമെറ്റ് അവിടെ ഒരു ഓഫീസിലുള്ളത്, അത് അവർ ഓപ്പൺ ആക്കിയിട്ടില്ല. എനിക്കാണ് വണ്ടി ഇപ്പോൾ എടുത്ത് അപ്പുറം കൊണ്ടുപോയിട്ട് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. ഈ കവറൊക്കെ ഉണ്ട്, ഇതൊക്കെ അവിടെ ഉള്ളത് എൻ്റെ കയ്യിലില്ല. ചൈനയിൽ നിന്ന് വാങ്ങിയതാണ്, തണുപ്പിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഹെൽപ്പാണ്, ടൈമുണ്ടോ. ഇത് ഹീറ്ററാണ്, ഇങ്ങനെ ഗ്രിപ്പിന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഇവിടെ ചൂട് കിട്ടും. അതാണ് സാധനം. ചൈനയിൽ നിന്ന് വാങ്ങിയതാണ്, തെമ്മൂല്. പക്ഷേ അതേപോലെ ഉപകാരപ്പെടാൻ തുടങ്ങി ഇപ്പം. ഇപ്പോൾ അതൊക്കെ ടാഗ് ചെയ്യണം, മൊത്തം റബ്ബർ ബാൻഡ് ടാഗ് ചെയ്യണം. ഇത് കണ്ടിന്യൂസ്ലി വെക്കണം, അല്ലെങ്കിൽ പണിയാണ്. ഇതിപ്പോൾ എന്താ ചെയ്യാം. വണ്ടി ഓക്കെയാണ്, വേറെ പ്രശ്നമില്ല. ഞാനത് മെല്ലെ ഡ്രൈവ് ചെയ്യട്ടെ. അതുകൊണ്ട് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ ക്യാമറ വെക്കാനുള്ള സ്പേസ് ഇല്ല. അതാട്ടോ ഞാൻ അവിടെ റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു കഫേ കേട്ടോ, ലെയിംസ് കഫേ എന്നാണ് പേര്. ഇത് ലാത്വിയയിലെ വൺ ഓഫ് ദ ഫേമസ് കഫേയാണ്, റെസ്റ്റോറൻ്റാണ്. എന്നുവെച്ചാൽ ഇവിടെ പ്രത്യേകം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞാൻ, നമ്മുടെ നാട്ടിൽ അടിപൊളിയായിട്ട് കിട്ടുന്ന നമ്മുടെ നാട്ടിലത്തെ എല്ലാ ഫുഡും നമുക്കിവിടെ കിട്ടും. കപ്പയും മീനും നല്ല ചട്ടിച്ചോറൊക്കെ ഇടും. അതും ലാത്വിയക്കാരാണ് വന്ന് കഴിക്കുന്നത്. കഴിഞ്ഞ ഇവിടുത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാത്വിയക്കാരാണ് ഇവിടെ വന്ന് കഴിക്കുന്നത്. അത് ശരിക്കും അത്ഭുതം. കാരണം സാധാരണ ഇതേപോലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാർ നമ്മളാണ് കഴിക്കാറ്. പക്ഷേ ഇത് വേറെ രാജ്യത്തൊരു കട ഓപ്പൺ ആക്കിയിട്ട് അവിടുത്തെ ആൾക്കാരെ കൊണ്ട് ആ ഫുഡ് കഴിപ്പിക്കാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇതല്ലേ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഫുഡ് കാണിച്ചിട്ടുണ്ടോ. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ വണ്ടിയുടെ സൈഡാക്കി ഞാനിങ്ങോട്ട് മാറിയിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ തണുത്തുറഞ്ഞിട്ടുള്ളത്, കാരണം ഞാൻ ദുബൈയിൽ നിന്ന് വന്നുകൊണ്ട് വണ്ടി ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂടിലേക്ക് മാറും. റൈഡിങ് കേസ് ഇട്ട് കിട്ടും. ഒന്ന് ആലോചിച്ചൊക്കെ ഇവിടുന്ന് എനിക്ക് അടുത്ത് പോകേണ്ട പോളണ്ടിലേക്കാണ്. 700 കിലോമീറ്റർ മഴയത്ത് ഡ്രൈവ് ചെയ്യുന്ന റൂമിൽ രസമായിരിക്കും അല്ലേ. സൂപ്പർലേ. എൻജോയ്. ഒരു അടിപൊളി വൈബ് കാണിച്ചിട്ടെ. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാനാണ്. നല്ല ചോറും നല്ല മീൻകറിയും വറവും അതുപോലെ തന്നെ മീൻ പൊരിച്ചൊക്കെ. അതിൻ്റെ കൂടെ നല്ല പഴയ മലയാളം മൂവി നാഗമാടത്ത് തമ്പുരാട്ടി 1982 മൂവി. അതുപോലെ ഈ കഫേൻ്റെ ഉൾവശം ഞാൻ കാണിച്ചിട്ടേ.
ഞാൻ ഫുഡ് കഴിക്കുന്നില്ലേ കണ്ടോ. പക്ഷേ കേരളം എന്ന് വെച്ചാൽ ഒരു മിനി കേരളം കേട്ടോ. ഇവിടെ നിങ്ങൾ ഫുള്ള് മൂവീൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവരെടുത്തുള്ളത്. കംപ്ലീറ്റ് മോളിവുഡ് ഒരു ഇതെല്ലാം നോർത്ത് ഞാൻ പ്രകാശൻ മുതൽ എല്ലാം ഉണ്ട് കേട്ടോ. ഒരു നമ്മുടെ നാട്ടിൽ റിലീസായ എല്ലാവിധ മൂവീസുണ്ട്. തസ്കരവീരൻ, ഭീഷ്മ, എല്ലാം ഇവരെടുത്തിട്ടുണ്ട്. വാളാണെങ്കിൽ എന്താണ് നമ്മുടെ നാടൻ കേരളത്തിൻ്റെ ഒരു ട്രെൻഡായിട്ട് ഇവർ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരുന്ന് ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ ഒരു വേർത്തിൻ്റെ ഒരു വൈബാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂറോപ്പിലേക്ക് വരുന്നുണ്ട്, ലാത്വിയ സൈഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെയിൻസ് കഫേ തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേട്ടോ. എന്തായാലും നിങ്ങൾ വരണം. കാരണം വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇത്. റെസ്റ്റോറൻറ്റ് എന്നതിലുപരി നമുക്കൊരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയും. മസ്റ്റ് വിസിറ്റ് സ്പേസ് കേട്ടോ. ഫുഡാണെങ്കിലും നല്ല അടിപൊളി നാടനാണ്, സൂപ്പർ, നല്ല നാടൻ അടിപൊളി ഫുഡ്. ഏതായാലും ഞാൻ നാഗമ്പടത്ത് തമ്പുരാട്ടി കണ്ടിട്ട് മൂവി ഫിനിഷ് ചെയ്യട്ടെ. ഈ ഹെൽമെറ്റ് കിട്ടി ഇവിടെ കേട്ടോ. ഞാനിവിടെ താമസിക്കുന്നത്, ഇതിൻ്റെ മുകളിൽ താമസിക്കുന്നത്. വണ്ടിയുടെ പാർക്ക് ചെയ്തായിരുന്നു. നമുക്കിവിടെ സീറ്റൊക്കെ പാർക്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഒരു സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമ്മൾ ഐക്യ പോലത്തെ ഐസ് ഒക്കെ ഇല്ല ദുബൈയിൽ, അതുപോലെ ഇവിടെ ഷോപ്പുണ്ട്. അവിടെ A to Z എല്ലാം ഉപ്പ് തൊട്ട് കറപ്പുറം വരെ എല്ലാം കിട്ടും. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകട്ടെ, കാണിച്ചാൽ. പിന്നെ നല്ല വെയിലുണ്ട്, തണുപ്പാണ്, നല്ല തണുത്ത കാര്യം, പക്ഷേ നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ 1-2 മാസത്തിന് ശേഷം അഗൈൻ മോട്ടോർ വ്ളോഗിങ്. പിന്നെ ഇതിൻ്റെ വിൻഷീൽഡൊന്നും വൃത്തി ഉണ്ടാവില്ല, അതുകൊണ്ട് പിന്നെ ഫുൾ കച്ചറയാണ്. ഓക്കെ, സ്ട്രൈറ്റ് കേട്ടോ. പിന്നെ എൻ്റെ മ്യൂസിക്കൊന്നും വർക്കാവുന്നില്ല, കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് പാട്ടൊന്നും ഇല്ലാണ്ട് പോകണം. അതെന്തിൻ്റെ ശരി അറിയോ, തണുപ്പ് എന്ന് വെച്ച എൻ്റെ മക്കളെ ഈ ട്രിപ്പിൽ നമുക്ക് അർമേനിയയിൽ നമുക്ക് മഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലത്. തണുപ്പ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ആദ്യമായിട്ട് തണുത്ത കാറ്റ്, ജാക്കറ്റൊന്നും ഇല്ലാണ് കേട്ടോ പോണത്. അഞ്ചേ 8 കിലോമീറ്ററാണ് ഞാൻ ഈ പറഞ്ഞ ലൊക്കേഷനിൽ കേട്ടോ. ഇവിടെ ഈ ലാത്വിയൻ്റെ പ്രത്യേകത ഇമിഗ്രൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും കുറച്ച് കുറവാട്ടോ ഞാൻ കണ്ടിടത്തോളം. അത്ര വലിയ കച്ചറ ടൈപ്പ് ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല. ബ്രേക്കിൻ്റെ ഇത് ലൈനോടൊക്കെ ഫുൾ തുരുമ്പായിരുന്നു, അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എയറൊക്കെ അടിച്ചു. അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വേണം വൈകുന്നേരം ഒന്നും കൂടി ഇരുന്ന് സർവീസ് ചെയ്യണമെങ്കിലും. കാരണം എനിക്കിപ്പോൾ ഇനി ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ 720 കിലോമീറ്ററിന് അടുത്ത ലൊക്കേഷനിലേക്ക്. അപ്പോൾ 720 കിലോമീറ്റർ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ഡ്രൈവ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ബോട്ടിൻ്റെ സ്കൂട്ടേഴ്സാണ്, ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ബോട്ടൊക്കെ വിളിച്ചാൽ ചെറിയ റേറ്റ് ഉള്ളൂ. ഞാൻ ലോക്കൽ ട്രിപ്പിനൊക്കെ എടുക്കുമ്പം €3 €4 റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുബായിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര എക്സ്പെൻസ്. സ്റ്റാർട്ടിങ് തന്നെ 15 റംസ്. നമ്മൾ അവിടെ ചീപ്പാണെന്ന് പറയുമ്പം ഇതേപോലത്തെ കാര്യങ്ങൾക്ക് അവിടെയാണ് റേറ്റ് കൂടുതൽ. ഇവിടെയൊക്കെ കമ്പാരിറ്റീവ്ലി ഇവിടെ ഭയങ്കര കുറവാണ്. വലിയ ബസ്സുകളുണ്ട്, ട്രാം ബസ്സുകളുണ്ട്. ലിവിങ് എക്സ്പെൻസ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ലിവിങ് എക്സ്പെൻസ് ഉണ്ട്, പക്ഷേങ്കിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവാട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് രസമാണ് വെയിൽ കാണാൻ. തണുപ്പുണ്ട്. വെയിൽ കാണാമെന്ന് പറയുമ്പോഴേക്ക് ഇത് മേഘങ്ങൾ വന്നിട്ട് സൂര്യനെ മറക്കുന്നുണ്ട്. വെയിൽ പോകാൻ തുടങ്ങി. റെഡി, 1 2 3 ഗോ. വെയിൽ പോയി. വാവ്, എന്ത് വൃത്തിയാ നോക്കിയാ.
ഓക്കോ, എന്ത് രസമാക്കി ബിൽഡിങ് സെറ്റല്ലേ. ഇതൊക്കെയാ യൂറോപ്പിലെ പല സ്ഥലത്തും നമുക്കിത് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ യൂറോപ്പ് എക്സ്പ്ലോറിങ്. ശരിക്കും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഈ ഒരു മൊമെൻ്റ്, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ വണ്ടിയുടെ നമ്പർ ഉണ്ടോ? WI2. ദുബായിലായിരുന്നെങ്കിൽ ഈ വണ്ടി വിറ്റ പൈസക്ക് നമ്മൾ കേരളത്തിൽ ചില്ല വാങ്ങാനും. അത്രയും എക്സ്പെൻസീവ് പ്ലേറ്റ് ആവും 2ാം നമ്പർ എന്ന് പറയുമ്പോൾ ദുബായ് പ്ലേറ്റ്. ഓക്കെ, യൂട്ടേണൊക്കെ സൂപ്പറാണ് ഇവിടെ. നല്ല സ്പീഡാണ് ട്രാക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് കേട്ടോ. ഇതിൻ്റെ പേരാണ് ഡെപ്പോ. ഓക്കെ, സോ ഇത് നമ്മുടെ നാട്ടിലിപ്പം ഡെക്കാത്തലൊന്നും അതിൻ്റെ ലെവലിൽ എത്തിയിട്ടില്ല. പറയാൻ ഞാൻ കാണിച്ചില്ല, ഉള്ളിൽ കാണാൻ ഏകദേശം മനസ്സിലായി ഞാൻ എന്തോ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വിലക്കും കിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാനില്ല ഇല്ലാതെ ഇവിടെ വന്നിട്ട് ഒരുപാട് സാധനം വാങ്ങിയിരുന്നു കേട്ടോ. ഇതൊക്കെ ടൂൾസാണ്, ടൂൾസിൻ്റെ സെക്ഷനാണ്. ടാഗുകൾ കാര്യങ്ങളും എത്തിക്കുന്നുണ്ട്, ഡ്രില്ലിങ് മെഷീൻസ് ഒക്കെ ആയിട്ട്. ഇത് വിൻ്ററിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൗസ് ആണ്, പണിക്ക് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയിൽ പുറത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ എയർ ടൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തണുപ്പുള്ളിൽ കിടക്കാതെ ഉണ്ടാവും കേട്ടോ. ഈ പാൻ്റെല്ലാം ഉണ്ടോ, ഇതൊക്കെ ഞാൻ വാങ്ങാമെന്ന് വെച്ചിരുന്നു, പക്ഷേ പിന്നീട് ഒഴിവാക്കി കേട്ടോ. അപ്പോൾ ഡിഫറെൻറ്റ് ഇത് ഒരുപാടുണ്ട്. ഇതെൻ്റെ ഈ ഒരു ഗ്ലൗസ് എൻ്റെ അടുത്തുണ്ട്, ഇത് ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ആവശ്യമില്ല, ഗ്ലൗസ് അല്ല വേണ്ടത് ഇപ്പോൾ നിലവിൽ. ഇതെന്താ സംഭവം എന്താ പറയുക, നമുക്ക് എന്തായാലും ഇത് വാങ്ങണം. ഇതെന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞിലൊക്കെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് വരില്ല, അപ്പോൾ വിൻഷീനോളം വീണ് കഴിഞ്ഞാൽ കട്ട പിടിക്കില്ലേ, അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തം ക്ലീനായി കൊടുക്കും കേട്ടോ. അതാണ് സംഭവം. അതുകൊണ്ട് വാങ്ങണം, നമുക്ക് വണ്ടി വൃത്തിയാക്കുകയും ചെയ്യാം. 2-3 ബ്രാൻഡ്സ് ഉണ്ട്. ഞാൻ പിന്നെ ചീപ്പസ്റ്റ് സ്റ്റോക്ക്, ഇത് 3.81 euro ആണ്. അതുപോലെ ഇത് 2.29 euro. അപ്പോൾ ഇത് ആക്ച്വലി റേറ്റ് കുറവാണ്. സോ നമുക്കിതെടുക്കാം. പിന്നെ നമ്മൾ യൂറോപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വാങ്ങേണ്ട സാധനമാണ് ഇത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഫ്ലഗില്ലേ, നമ്മുടെ ഫ്ലഗ് 3 പിൻ അല്ലേ, പക്ഷേ ഇവിടെ കംപ്ലീറ്റ് 2 പിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഈ സാധനം ഉണ്ടെങ്കിൽ 1 സൈഡ് 2ഉം 3 എല്ലാം കയറും ചെയ്യും, 2 സൈഡ് ഇതും കയറും. അപ്പോൾ ഇങ്ങനത്തെ സാധനം എന്തായാലും വാങ്ങണം കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യണം, ഞാനത് മിസ്സായിപ്പോയി. അപ്പം ഇതൊരെണ്ണം എന്തായാലും വാങ്ങുന്നുണ്ടായിരുന്നു. കാരണം യൂറോപ്പിൽ എനിക്ക് എല്ലാ സ്ഥലത്തും എനിക്ക് തോന്നുന്നത് ഇതാണ് ഫ്ലഗ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സഞ്ചിയൊന്നും കിട്ടിയിട്ടില്ല, കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. എന്താ റീസൺ എനിക്കല്ല സഞ്ചി കിട്ടാത്തത്. അപ്പം ഇത് ഭയങ്കര ഷോപ്പാണ്, വലിയ ഷോപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇവിടെ ഇംഗ്ലീഷൊന്നും വീഡിയോ എഴുതി വെച്ചില്ല. പിന്നെ ആൾക്കാർക്ക് ഭയങ്കര സ്വഭാവമാണ്. ചില സ്ഥലങ്ങൾ പോയി നമ്മളെ മോന്ത കാണുമ്പം നമ്മുടെ നാട്ടുകാരെ മോന്ത കാണുമ്പോൾ വരുന്നത് ആ ഒരു സൈസ് സ്വഭാവമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതാണ് ഷോപ്പിൻ്റെ പേര്, ഡെപ്പോ. യൂറോപ്പിലെ ആൾക്കാരാണെങ്കിൽ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. പിന്നെ കാർഡൊക്കെ തന്നിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം വന്ന് ഡിസ്കൗണ്ട് ആക്കി തരാമെന്ന് പറഞ്ഞത്. നമുക്കെന്ത് ഡിസ്കൗണ്ട്, എനിക്ക് തോന്നുന്നൊരു 1000-ൻ്റെ അടുത്ത് കാസ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ബൈക്ക് അവിടെയുണ്ട്. ഓ, നല്ല അടിപൊളി വെയിലാണ്. ഈ വെയിലത്ത് വ്ളോഗ് ചെയ്യാനത് രസം അറിയോ. ഇതെന്തിന് ടാഗ് വാങ്ങുന്നറിയോ, ഇത് ഞാൻ തെമൂന്ന് വാങ്ങുന്നത്, ഓർഡർ ചെയ്താണ്. തെമൂന്ന് ഓർഡർ ചെയ്ത സാധനമാണ്. ആകെ ഒരു 10-30 dirham എത്രയുടെ കൊടുത്തുള്ളൂ. ഇത് ഹീറ്റിങ്ങിൻ്റെ ഗ്രിപ്പാണ്. അപ്പോൾ നമുക്കിത് ചെറിയ വണ്ടിക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് എന്താകുന്നില്ല, ഒരു സൈസ് കറക്റ്റ് ആകുന്നില്ല. അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയ ഒരു ഉപായമാണ്, ഈ ടാഗ് വെക്കും. ടാഗ് എന്നിട്ട് എന്ത് ചെയ്യും, അടിക്കും. ഓക്കെ, ഇതിപ്പോൾ കണ്ടോ, കൈ കണ്ടോ, നല്ല ചൂടാ. വാവ്, ഇതിപ്പോൾ ഇവിടെ കൈ വെക്കുമ്പം ടച്ചാകുന്ന പ്രശ്നം, അത് തിരിച്ചു കൊടുക്കണം അങ്ങോട്ടേക്ക്. ഒരു ഓപ്പോസിറ്റ് സൈഡാക്കട്ടെ. ആകെ 10-20 dirhams ഉള്ളൂ. കാരണം ഇതിൻ്റെ ഹീറ്റിംഗ് സിസ്റ്റം ശരിയാക്കണം 40,000-40,000 രൂപയാണ്. ഇതാകുമ്പോൾ ജുഗാഡായി, ജുഗാഡ്. ലെംസ് കഫേ. യൂറോപ്പിൽ UK-യിലൊക്കെ ആശാരിപ്പണി എന്നൊക്കെ പറയും ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ. അതുകൊണ്ട് ആൾക്കാരെന്ത് ചെയ്യാൻ വെച്ചാൽ ഇതോ സ്ഥലത്ത് പോയിട്ട് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങും. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് പണിയും. ഓക്കെ, കൈ ചൂടാകുമ്പോൾ രസമുണ്ട്. ഇപ്പോൾ ആഹാ ചൈനക്കാർക്ക് നന്ദി, അതിൽ തെമൂർ നന്ദി. ഓക്കെ, അങ്ങനെ നമ്മൾ വന്ന പരിപാടികളൊക്കെ തീർന്നു. ഇനി നമ്മൾ റൈഡിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. റൂം പോയി നമ്മളുടെ കാര്യങ്ങളൊക്കെ ചൂടാക്കണം.
ഡ്രസ്സും ഹെൽമെറ്റും അതും ഇതൊക്കെ ചൂടാക്കി സെറ്റപ്പാക്കി പാക്ക് ചെയ്ത് ഇതൊക്കെ എടുത്ത് പാക്ക് ചെയ്യണം. ഇപ്പം എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ട് നാളെ രാവിലെ ബൈ ടു ലാത്വിയ നേരെ വിടും നമ്മൾ ലിത്വാനിയ വഴി നേരെ പോളണ്ടിലേക്ക്. പോളണ്ട് എവിടുന്ന് പള്ളി പണി അടിച്ചിട്ടുണ്ട് സത്യം. ആകെ എനിക്കൊരു സങ്കടം വെച്ചാൽ പാട്ടില്ല, സോങ് വർക്കാവുന്നില്ല. അത് നന്നാക്കാൻ നമ്മൾ പണിയെടുക്കുമല്ലോ. ഓ എന്ത് രസം നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുൾ നോക്കിയത്. വാവ്, റോഡൊന്നും രസമില്ല, പക്ഷെങ്കിൽ റോഡ് രസമില്ല എന്ന് പറഞ്ഞാൽ കച്ചറ റോഡായതല്ല കേട്ടോ, കല്ലാണ്ടാണ്. പക്ഷേ ട്രാം പോകുന്ന വഴി അവിടെ ഒരു ചെറിയൊരു മരം, ഇലയിലൊരു മരം, നല്ല വണ്ടികൾ, നല്ല ചെറിയൊരു കാറ്റ്, തണുത്ത കാറ്റ്. ആ ചെറിയ കാര്യങ്ങൾ മായ്ച്ചള കേട്ടോ, തണുത്ത കാറ്റ് നശിപ്പിച്ചളഞ്ഞ്. പിന്നെ മനുഷ്യന്മാരൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞൊരു സ്ഥലം. എങ്ങനെയുണ്ട് യൂറോപ്പിൻ്റെ ഭംഗി. വാവ്. നേരെ തിരിഞ്ഞ്, നല്ല റോഡുകളില്ല, നല്ല ബിൽഡിങ്സ് ഇല്ല, മനുഷ്യന്മാരുണ്ട്. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ ഈ സമയത്ത് ചെറിയ മഴയൊക്കെ ആയിട്ട് മനുഷ്യക്കൂട്ടി പുറത്തില്ലായിരുന്നു. ഞാനിങ്ങനെ പുറത്ത് നോക്കുമ്പോൾ ആരും കണ്ടിട്ടില്ല. ഞാനാണ് വന്നപാടാണ്ട് ദുബൈയിലെ ചൂടുന്ന് വന്നിവിടെ ഇറങ്ങുമ്പോൾ കിട്ടുന്ന തന്നെ നല്ല മഴയും നല്ല തണുപ്പുമാണ്. അപ്പോൾ ആലോചിച്ചൊക്കെ എന്തിരിക്കേണ്ട അവസ്ഥ. ആ മഴയത്താണ് ഞാനും ആ ചെക്കനും ഇന്നലെ മൊത്തത്തിൽ വണ്ടി സർവീസ് കേട്ടോ. വണ്ടി പോക്കെയാണ്, കുറേ വാഷ് ചെയ്യാനുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനങ്ങനെ തിരിച്ച് കഫേയിലിട്ട് കേട്ടോ, ചായ കുടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ മുതലാളി ഇവിടെ ഉണ്ട്. മുതലാളി പറ, എന്താണ് വിശേഷം? എന്താണ്? നല്ല വിശേഷം. അങ്ങനെയല്ല ഉണ്ട്, കുറച്ച് എന്നെപ്പറ്റി നിങ്ങൾ നോക്കി പറയാം, നിങ്ങളെപ്പറ്റി പറയാം. നമ്മുടെ ദുബായിൽ കുറേ ബ്രാഞ്ചുകളുണ്ട്, അവരെ പ്രായം മതി. എന്താ അവസ്ഥ പറ. എല്ലാം റെക്കോർഡാണ്, ഒന്നും കട്ട് ചെയ്യില്ല, എല്ലാം അങ്ങനത്തെ കയറ്റി കൊടുക്കും. അതും കേട്ടു. കഫേയിൽ എങ്ങനെ ഓണോ? കഫേ നന്നായി പോകുന്നു. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ എസ്റ്റോണിയയിൽ വന്നില്ലല്ലേ? എസ്റ്റോണിയ ഓപ്പൺ ആക്കി. പുള്ളി എസ്റ്റോണിയയിൽ ഓപ്പൺ ആക്കി. എവിടെ ലൊക്കേഷൻ എവിടെയാണ്? ടാലിൻ സെൻറ്ററിൽ തന്നെ. നാടും ഭക്ഷണം എസ്റ്റോണിയയിലും കിട്ടും. ഇവിടെ ഉള്ള എല്ലാം അവിടെ കിട്ടും. യൂറോപ്പിൽ അടുത്ത കൺട്രി ഏതാ ടാർഗറ്റ് ചെയ്താൽ? അടുത്ത ലിത്വാനിയ. അത് കഴിഞ്ഞിട്ട് പോളണ്ട്. ഇങ്ങനെ അടുപ്പിച്ച് നോക്കല്ലേ? ലോങ് ബെൽറ്റ് ആദ്യം പിടിക്കുക, എന്നിട്ട് ഓ അടിപൊളി. പിന്നെ പറ, എന്താണ് ഇവിടുത്തെ ലാത്വിയക്കാർ നമ്മളെ ഫുഡ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ കാണാറില്ല. ഇവിടെ റഷ്യൻസും ലാറ്റ്വിയൻസും നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ഇന്ത്യൻ ഫുഡ് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ട് വരാറ്. പിന്നെ അവർ നമ്മുടെ നാടൻ ഫുഡ് കഴിക്കും. പുള്ളിയും കഴിക്കുന്നുണ്ടോ ഇവിടുത്തെ ആൾക്കാരല്ലേ? നാടൻ ഫുഡ് നമ്മളെ ചട്ടിച്ചോറും മറ്റതും അപ്പം. പിന്നെ നമ്മളെ വ്യത്യാസം വേറെയുള്ള സ്ഥലത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ ബട്ടർ ചിക്കനും സോസും കെച്ചപ്പും ഇട്ട സാധനം, അതല്ലാണ്ട് ഒതൻറ്റിക്കായിട്ട് നല്ല എരിവും പുളിയുള്ള ഭക്ഷണം കൊടുക്കുന്നത് വളരെ റെയറായിട്ട് നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. ഓക്കെ, മൊത്തത്തിൽ ഹാപ്പി. ഓക്കെ ഫൈൻ. അപ്പം ഇനിയുള്ള പ്ലാൻ എന്ന് വെച്ചാൽ റൂം പോകണം, കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്, കുറേ സാധനങ്ങൾ ഒതുക്കാനുണ്ട്, പിന്നെ കുറേ കോൺഫിഗറേഷൻ ചെയ്യാനുണ്ട്. കാരണം എൻ്റെ ഹെഡ്സെറ്റ് ആണെങ്കിലും എൻ്റെ ബ്ലൂടൂത്ത് ഡിവൈസ് ആണെങ്കിലും വണ്ടി ആണെങ്കിലും ഒരു മാസം കയറിയിട്ട് പിന്നെ മൊബൈൽ മാറ്റിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ 17 എടുത്തുകൊണ്ട് ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വണ്ടിയായിട്ട് കണക്ട് ചെയ്യാണ്ട് ഒരുപാട് പണി കേട്ടോ. ഓക്കെ, ഇനി റൂമിലേക്ക് പോവാം. റൂമിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. നമുക്കിവിടെ ക്യാമറയും കാര്യങ്ങളൊന്നും ഫൈൻ അടിക്കില്ല, പക്ഷേ നമുക്കിവിടെ അടിക്കുന്ന ഒരു സാധനമാണ് പാർക്കിംഗ്. അത് ഡേഞ്ചറാണ്. കാരണം പാർക്കിംഗ് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് വണ്ടി വെച്ചാൽ പോലീസുകാർ വന്നിട്ട് പൂട്ടുണ്ട്, അത് പൂട്ടിയിട്ട് പോയി.
അപ്പോൾ അത് അഴിക്കണമെങ്കിൽ അവിടെ പോയി പൈസ കൊടുത്തിട്ട് അയക്കണം, അതാണ് പ്രശ്നം. ബാക്കിയുള്ളത് പോലെ നമുക്ക് ഇതല്ല. ഇനിയിപ്പോൾ ഞാൻ പ്ലാൻ വെച്ചാൽ വണ്ടി താഴെ വെച്ചിട്ട് ഫുൾ പാക്ക് ചെയ്യണം. എനിക്ക് വണ്ടിയിൽ ഫുൾ പാക്ക് ചെയ്ത് പിടിച്ചിട്ട് റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്ത് കിടന്നുറങ്ങി നാളെ രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ ലാത്വിയ എന്ന് പറയുന്ന രാജ്യം. കുഞ്ഞനാണെങ്കിലും സംഭവം സെറ്റാണ്. ഒന്നാമത് റെസ്പെക്റ്റ് ഉണ്ടോ ഇല്ല ഇവിടുത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ് എന്ന് വെച്ചാൽ എല്ലാവരും വരുന്നു, വണ്ടിനെ പറ്റി സംസാരിക്കുന്നു, ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെ എന്താ പറയുക, ഇപ്പം പല യൂറോപ്യൻ രാജ്യങ്ങളിലും കാണുന്ന ഇമിഗ്രൻസിന് ചില സ്പെഷ്യൽ കൺട്രീസിൽ, അതൊന്നും ഞാൻ പറയുന്നില്ല, അവരൊന്നും ഇവിടെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഇമിഗ്രൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കള്ളന്മാരൊക്കെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.